ഹായ് ഫ്രണ്ട്സ്, SMS ഇൻഫോടെക് ചാനലിൻ്റെ ആദ്യത്തെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലെല്ലാം ജോലി ഒത്തിരി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രിക് ചോപ്പറിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനായി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊറോസിലിൻ്റെ ഷോപ്പർ ഷെഫ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് ചോപ്പറാണ്. ഒരു ഇലക്ട്രിക് ചോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി പറയുകയാണ്. നമ്മുടെ കിച്ചണിലെ പച്ചക്കറികളെല്ലാം വളരെ ചെറിയ പീസുകളായി പെട്ടെന്ന് അരിഞ്ഞു തീർക്കാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഒരു ഇലക്ട്രിക് ചോപ്പർ. അപ്പോൾ നമുക്കിനി കൂടുതൽ സമയം കളയേണ്ട, നേരെ ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ബൊറോസിലിൻ്റെ ചോപ്പർ. ഇന്ന് ആമസോൺകാർ ഡെലിവറി ചെയ്തതാണ്. സോ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബോക്സും കൂടി ഓപ്പൺ ചെയ്യാം. അതിൻ്റെ കൂടെ വരുന്ന മാനുവലാണിത്. നമുക്ക് ചോപ്പ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ഇടേണ്ട കണ്ടെയ്നറാണിത്. ചോപ്പ് ചെയ്യുന്ന ബ്ലേഡും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ചോപ്പറിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ്. ഇതിൻ്റെ അകത്താണ് ചോപ്പറിൻ്റെ മോട്ടറും ആ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും ബാക്കി പവർ കണക്ഷനും എല്ലാം ഉള്ളത്. നമുക്ക് ചോപ്പ് ചെയ്യാനുള്ള വെജിറ്റബിൾ എല്ലാം ഇടാനുള്ള ഗ്ലാസ് കണ്ടെയ്നറാണിത്. ഇതിൻ്റെ അടിയിലൊരു ബുഷ് വരുന്നുണ്ട്. നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് സ്ലിപ്പാകാതിരിക്കും. നല്ലൊരു ബുഷാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത് അവർ. സോ നമുക്കിവിടെ ഒരു കണ്ടെയ്നറിന് ഒരു ടോപ്പ് ക്യാപ്പ് ഉണ്ട്. അതിന് ക്ലോസ് ആയി വെക്കാനായിട്ട് അവരൊരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, രണ്ട് സൈഡിൽ നമുക്ക് ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടല്ല, ആക്ച്വലി 3 സൈഡിൽ അവർ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തുറക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ക്യാപ്പ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ബ്ലേഡാണ് ഈ കാണുന്നത്. ഇതിന് ആക്ച്വലി 4 ബ്ലേഡ്സ് ഉണ്ട്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഇട്ട് ചോപ്പ് ചെയ്യുമ്പോഴേക്കും അടിയിൽ മാത്രം ബ്ലേഡ് ഉള്ളെങ്കിൽ നമ്മൾ ചോപ്പ് ചെയ്യുമ്പോൾ ടോപ്പിലുള്ള വെജിറ്റബിൾസ് ഫസ്റ്റ് റൗണ്ടിലൊന്നും കട്ടാവില്ല. അടിയിലുള്ള കട്ടായതിനു ശേഷം ആ വെജിറ്റബിൾസ് മേളിൽ പോകണം, മേളിലുള്ള വെജിറ്റബിൾസ് അടിയിലും വരണം. അതിന് ശേഷമാണ് ഇത് കട്ടാവുക. ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അധികം ചോപ്പായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിഫോം ചോപ്പിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ പാർട്സ്. ഇത് ബ്ലേഡ് വരുന്നുണ്ട്, അതുപോലെ ഗ്ലാസ് കണ്ടെയ്നർ വരുന്നുണ്ട്, അതിൻ്റെ ക്യാപ്പ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ടോപ്പിലുള്ള മോട്ടറും വരുന്നുണ്ട്. പിന്നെ അതിനൊരു പുഷ് ബട്ടൺ, ഇതാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പുഷ് ബട്ടൺ. സോ ഇതിൻ്റെ വാറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ ലാസ്റ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ വാറൻറ്റി കാർഡ് കാണാം. 2 വർഷം വാറൻറ്റിയാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ സീരിയൽ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ഈ മെഷീൻ്റെ അസംബ്ലിയും എങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഈ മാനുവലിൽ ക്ലിയർ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റാണ് ബൊറോസിൽ ചോപ്പർ ഷെഫ് ഡിലൈറ്റ്. ഇത് 300 വാട്ട്സ് പവർഫുൾ മോട്ടറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോ നോയ്സ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഡ്യുവൽ ബ്ലേഡ്സ് ആണ്, അത് നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. 4 ബ്ലേഡ്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി. അതുപോലെ പ്രൊഡക്റ്റിന് 2 വർഷമാണ് വാറൻറ്റി കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ MRP 1990 രൂപയാണ്. എന്നാൽ ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് 1690 രൂപക്കാണ്.
പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ പവർഫുൾ 300 വാട്ട്സ് മോട്ടറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻബിൽഡ് തെർമോ ഓട്ടോ കട്ട് ഓഫ് ഫോർ മോട്ടോർ സേഫ്റ്റി എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഒത്തിരി യൂസ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടർ ചിലപ്പോൾ ചൂടായി അത് ചീത്തയായി പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതാണ് ഈ ഫീച്ചർ. പിന്നെ ഡ്യുവൽ ബ്ലേഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് 2 സൈഡിലും. പിന്നെ ചോപ്പിംഗ് സെക്കൻഡ്സ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. 600 ml ആണ് ഇതിൻ്റെ ചോപ്പിംഗ് ബോളിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഒരു സിംഗിൾ പുഷ് ബട്ടൺ ആണ് ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഷാർപ്പ് എഡ്ജ് ബ്ലേഡ്സ് ഉണ്ട്, പോർട്ടബിൾ ഈസി ടു യൂസ്, 2 year വാറൻറ്റി. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോപ്പറിൻ്റെ ആക്ച്വൽ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ക്യാബേജ് ആണ് നമ്മൾ ചോപ്പ് ചെയ്യാൻ പോകുന്നത്. ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമാണ് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്തത്. എത്രത്തോളം അത് ചെറിയ പീസായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നോക്കുവാണെങ്കിൽ ഒത്തിരി ചെറുതായിട്ടില്ല ക്യാബേജ്. നമ്മൾ ജസ്റ്റ് 1-2 സെക്കൻഡ് ചോപ്പ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഭാഗം വളരെ ചെറുതായിട്ട് സ്ലൈസ് ആയിട്ടുണ്ടെങ്കിലും കൂടുതൽ ഭാഗവും വലിയ പീസായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ക്യാബേജ് നല്ലപോലെ ചോപ്പായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 5-6 സെക്കൻഡ് ഒരു 2-3 തവണയായിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ക്യാബേജിനെ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഈ ചോപ്പർ തന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ക്യാപ്സിക്കം ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്യാപ്സിക്കൻ വലിയ പീസായിട്ടാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റ പ്രസ്സിൽ നമുക്ക് എന്തോരം ചെറുതായി കിട്ടും എന്നുള്ളത് നോക്കാം. നമ്മൾ ആ ഒരു ഒറ്റ പുഷ് മാത്രം കൊടുത്തതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം ഒത്തിരി ചെറുതായിട്ടില്ല. ഓൾമോസ്റ്റ് വലിയ പീസായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കൂടുതൽ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം നമ്മൾ ചോപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് മാത്രം മാറി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാം വളരെ ചെറിയ പീസുകളായിട്ട് ചോപ്പായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. ക്യാരറ്റിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഇത്തിരി കട്ടി കൂടിയ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചെറിയ ഫൈൻ പീസസിലേക്ക് പോയിട്ടില്ല. കുറച്ച് വലിയ പീസസ് ബാക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി നല്ലപോലെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഫൈൻ പീസസ് ആയിട്ട് പോയിക്കോളും. അടുത്തതായി നമ്മൾ ചെറിയുള്ളിയാണ് ചോപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട്, അതായത് ഒരു 4 ചെറിയുള്ളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ എങ്ങനെ ചോപ്പിംഗ് നടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ആദ്യത്തെ ഒരു സിംഗിൾ ചോപ്പിങ്ങിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ചെറിയ ഫൈൻ പീസസ് ആയിട്ട് പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ലപോലെ ചോപ്പായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒന്നുകൂടി ചോപ്പ് ചെയ്ത് നോക്കാം. അത് 2 തവണ ചോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കാണാം അത് നല്ല യൂണിഫോം ആയിട്ട് വളരെ ചെറിയ പീസായിട്ട് നല്ലപോലെ ചോപ്പായിട്ടുണ്ട്. അടുത്തത് നമ്മൾ സവാളയാണ് ചോപ്പ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 തവണ നമ്മൾ ചോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് വളരെ ഫൈനായിട്ട് നല്ല യൂണിഫോം ആയിട്ട് തന്നെ അത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ബീട്രൂട്ടാണ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ബീട്രൂട്ട് ഇപ്പം കട്ടി കൂടിയ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ 2-3 തവണ നമുക്ക് ചോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറിയ വലിയ പീസെല്ലാം നമുക്ക് കാണാം, എന്നാലും മെജോറിറ്റി ഭാഗവും നല്ലപോലെ ചോപ്പായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പച്ചമുളകാണ് നോക്കുന്നത്. പച്ചമുളക് നമ്മൾ ആ ഫുൾ ലെങ്ത്തിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് ചോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കി നിങ്ങൾക്ക് കാണാം പച്ചമുളകെല്ലാം നല്ല ഫൈനായിട്ട് ചോപ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ വെജിറ്റബിൾസ് ആണ് പ്ലേറ്റുകളിൽ വെച്ചിരിക്കുന്നത്.
ഇതിൽ ബീട്രൂട്ട് മാത്രം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ കാണാം, ബീട്രൂട്ടിൽ മാത്രം നമുക്ക് കുറച്ച് വലിയ പീസുകൾ സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അൺബോക്സിങ്ങിന് ശേഷം ഞാനൊരു 1.5 മാസത്തോളമായി ഇപ്പോൾ ഈ വെജിറ്റബിൾ ചോപ്പർ യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾ ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ചധികം ആളുകൾ വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ രാവിലെ അവർ മൊത്തം ഓട്ടത്തിലായിരിക്കും. ആ സമയത്ത് നമുക്ക് പച്ചക്കറിയെല്ലാം അരിയാനായിട്ട് പെട്ടെന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് അരിയാനായിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉപയോഗം വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഒരു ഇലക്ട്രിക്കൽ ചോപ്പർ എന്നുള്ളത്. അപ്പോൾ SMS ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കമൻസും ദയവായി അടിയിൽ ഷെയർ ചെയ്യുക. പിന്നെ ഭാവിയിൽ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.